കരയല്ലേ. ഇതാ എത്ര നിർബന്ധിച്ചിട്ട് നിന്നെ ഞാൻ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞത്. ഇവിടെ കിടന്ന് കരഞ്ഞ ഞാൻ എന്റെ പാട്ടിന് പോകും, പറഞ്ഞേക്കാം. മോളെ, സാരമില്ല മോളെ, സാരമില്ല. ഇവരൊക്കെ എപ്പോ വന്നു? ഇന്നലെ. ഇത് രവി. അറിയാം. ഇത് റോസ്മേരി അല്ലേ? മരുമകള് അമ്മായി അച്ഛനെ ആദ്യമായി കണ്ടത് ഏതായാലും നല്ല സ്ഥലത്ത് വെച്ചാണ്. ഒരിക്കലും മറക്കില്ല. ഹോം മിനിസ്റ്ററും പാർട്ടിയും വരുന്നുണ്ട്. എന്റെ ദൈവം, ഒരു മുന്നറിയിപ്പില്ലാതെ. അതെന്നെ കാണാനുള്ള വരവാ. എവിടെ ആയിരുന്നല്ലോ ഇതുവരെ? ഓഫീസിൽ. പ്രസനേഴ്സ് എത്ര പേരുണ്ട്? 1050. കുഴപ്പക്കാരും ഇല്ലല്ലോ? ഇല്ല. ആ നിൽക്ക്. ഇതാണോ ജയിലിലെ യൂണിഫോം? ജയിൽ പുള്ളിയൊക്കെ ഇയാൾക്ക് എന്താണ് വ്യത്യാസം? സാർ അത് പിന്നെ ഞാൻ... എന്തോന്ന് സാർ ചോദിച്ചത് കേട്ടില്ലേ? ഇയാൾക്ക് മാത്രം ഉണ്ടോ യൂണിഫോം കൊടുക്കാത്തത്? ഇയാളെന്താ സ്പെഷ്യൽ ഗസ്റ്റ് ആണോ? അതോ തന്നെ പ്രത്യേകം ഗവനിക്കുന്നുണ്ടോ? സാർ അത് പിന്നെ ഞാൻ... താനെന്താ കിടന്ന് വിറയ്ക്കുന്നേ? അയാളെ ഒന്നും പറയണ്ട. ഓ, ഞാൻ നിർബന്ധിച്ചിട്ട് അയാളെ സമ്മതിച്ചത്. തന്നോട് ആരാ ചോദിച്ചത്? യൂണിഫോം കൊടുക്കണോ അയാൾക്ക്? സാർ യൂണിഫോം കൊടുക്കൂ. ഇവരാരൊക്കെയാ? അത് മോനാ, മറ്റേത് മോള്. ഇവിടെ എപ്പോഴാടോ സന്ദർശന സമയം? രാവിലെ 10 മുതൽ 12 വരെ, വൈകിട്ട് 3 മുതൽ 5 വരെ. ഇപ്പൊ സമയത്രായി? 1:30. എന്നിട്ട് എങ്ങനെയാടോ ഇവർ ഇപ്പൊ ഇതിനകത്ത് വന്നത്? എന്ത് തോന്നിയ സ്വഭാവമെന്നാണോ വിചാരം? ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് വിചാരിച്ചോ? ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. എടോ ഗോപാലപിള്ളേ, ഇതിലും മോശമായിരുന്നു തന്റെ വേഷം. താൻ എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നപ്പോ ഒരു വ്യത്യാസം. അന്ന് തന്റെ കയ്യിൽ ഒരു പിച്ചച്ചട്ടി ഉണ്ടായിരുന്നു, സംഭാവന പിരിക്കാൻ. എന്റെ കയ്യിൽ അതില്ല. കൊണ്ടുപോടാ അയാളെ സെല്ലിലേക്ക്. നടക്കൂ. അങ്ങനെ അധിക സ്വാതന്ത്ര്യം ഒന്നും ആർക്കും കൊടുക്കണ്ട. ഇതിനൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം. യെസ് സാർ, ഐ വിൽ ബി കെയർഫുൾ. എന്തിനാ സാറിൽ നിന്ന് വിറയ്ക്കുന്നേ? ആനയെ പേടിച്ചാ പോരെ, ആനയുടെ പിണ്ടത്തെയും പേടിക്കും. പറഞ്ഞേ വർക്കി, ഒരു രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല, ഓർത്തോ? ഇയാളെ ഞാൻ ഭരതൻ, നോ.
എന്തിനാ അറസ്റ്റ് ചെയ്തത്? വൈരാഗ്യം. അവസരം കിട്ടിയപ്പോ പഴയ ശത്രുക്കൾ അത് മുതലെടുത്തു. അർജുൻ എന്താ അച്ഛന്റെ കാര്യമൊന്നും എന്നോട് നേരത്തെ പറയാഞ്ഞത്? ഏത് കാര്യം? അച്ഛന് ഈ വക ബിസിനസ് ഉണ്ടെന്ന്. അതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നുമില്ല. ക്ലാസ് വെറുതെ പോവില്ലേ? പിന്നെന്തിനാ വന്നത്? വരാതെ എന്ത് ചെയ്യും? എനിക്കവിടെ ഒരു സമാധാനവും ഇല്ല. ഒന്നും പറയാതെ അവിടുന്ന് പോന്നതല്ലേ. ഫോൺ ചെയ്തപ്പോ വിവരത്തിന് കത്തയക്കാന്നും പറഞ്ഞു. കത്തും കണ്ടില്ല. അപ്പോഴാ രമയെ കണ്ടത്. രമ വിളിച്ചപ്പോ ഞാൻ വരാന്ന് പറഞ്ഞു. കൂട്ടിന് രവിയും വിളിച്ചു. രമയ്ക്കറിയാമോ നമ്മുടെ ഈ ബന്ധം? അറിയാം. അച്ഛനും ആന്റിക്കോ? അച്ഛനറിയില്ല. ആന്റിക്ക് ചെറിയൊരു സംശയമുണ്ട്. നിന്നോട് ചോദിച്ചോ? ചോദിച്ചു. ഞാൻ ഒഴിഞ്ഞു മാറി. ചേട്ടാ, ആരും ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? വരാം. എന്നിട്ട് കമ്പനി പൊളിച്ചോണ്ട് പോയില്ലെങ്കിൽ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ചേക്കുടിയുടെ ആളുകളാ. പിന്നെ പോലീസുകാർ വന്നിരുന്നാ വീട്ടില്? ഇടയ്ക്കിടയ്ക്ക് വന്ന് പേടിപ്പിച്ചിട്ട് പോവും. അടുത്തത് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നാ പറഞ്ഞത്. ഐ ആം കോഷി, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ. ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം. ഐ ഹാവ് ഗോട്ട് സെർച്ച് വാറന്റ്. ഐ എക്സ്പെക്ട് യു ടു കോഓപ്പറേറ്റ്. പകലായിക്കൂടെ ഈ സെർച്ച്? സോറി, ഇപ്പൊ തന്നെ വേണം. അപ്പൊ ഞങ്ങൾ ഉറക്കം ഒഴിയണമായിരിക്കും. ഞങ്ങൾ ഉറക്കം ഒഴിയാൻ തന്നെയാ വന്നിരിക്കുന്നത്. That's your headache. Why should I bother? തർക്കിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. നിയമം അത് അനുവദിക്കുന്നു. അത് എവിടുത്തെ നിയമം സാറേ? ഈ നാട്ടിൽ അനന്തന്റെ വീട്ടുകാർക്ക് മാത്രമേ നിങ്ങളുടെ നിയമം ബാധകമുള്ളൂ. കഴിഞ്ഞ 35 വർഷമായിട്ട് ആ മനുഷ്യൻ ഈ വീട്ടിൽ താമസിക്കുന്നു. ഇന്ന് വരെ ഈ വീട്ടിൽ ആരും കയറിയിട്ടില്ല സെർച്ച് ചെയ്യാൻ. ആ മനുഷ്യൻ അകത്തായെന്ന് അറിഞ്ഞപ്പോ വന്നിരിക്കുന്നു. കടന്നൽ കൂടെ ഇളകിയ പോലെ വകുപ്പും പ്രമാണവും പൊക്കി പിടിച്ചോണ്ട്. എന്തിനാ സാറേ ഇവനോട് ചോദിക്കുന്നത്? സാറിന്റെ ഡ്യൂട്ടി. ഓഹോ, എങ്കിലതൊന്ന് കാണണമല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? ഹി ഈസ് റെഫ്യൂസിംഗ് ടു കോഓപ്പറേറ്റ്. അർജുൻ, ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഐ റിക്വസ്റ്റ് യു ടു കോഓപ്പറേറ്റ്. യു പ്രൊസീഡ് സർ. കം ഓൺ. യു ഗോ ദാറ്റ് സൈഡ്. യെസ് സർ. യു ഗോ ടു ദോസ് റൂംസ്. നിങ്ങൾ എപ്പോഴും ഇയാളുടെ കൂടെ ഉണ്ടായിരിക്കണം. സ്ട്രിക്ട്ലി ഫോളോ. യെസ് സർ. ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തു പോകാൻ അനുവദിക്കരുത്. വാലയോട്ടി പൊളിക്കണേ. ഇങ്ങോട്ട് മാറി നിൽക്കണം. ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. ഏത് സെർച്ച്? എവിടുത്തെ സെർച്ച്? ഇങ്ങോട്ട് മാറിക്കടോ. മാറിത്തരാം, ഇപ്പൊ മാറിത്തരാം. എന്തിന്? സർച്ച് സർച്ച്. ഒന്ന് വേഗം ആട്ടെ. മാറുകയാണെ ഇപ്പൊ മാറാം. എനിക്ക് ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തിറങ്ങിക്ക്. പറഞ്ഞത് കേട്ടില്ലേ? AC ഇല്ലേ അവിടെ? അകത്തെന്താ ജോലിയില്ല. അവർക്ക് കൊടുക്ക്.
നിന്ന് ഉറങ്ങാതെ ചായ കുടിക്ക. രവി ചായ. രണ്ടും ഡയബറ്റിക്കാ. ഡയബറ്റിക്കിന് നല്ലതാ. മതിയായിരിക്കുമല്ലേ? പിന്നെ ഇത് ഇളക്കാൻ സ്പൂണ് കൈയിട്ട് ഇളക്കടോ. കൈയിട്ട് ഇളക്കല്ലേ? സ്പൂണിട്ട് അവന്റെ പെമ്പറോക്കിലേക്ക്. ഭയങ്കര ചൂട്. അത് സാരമില്ല, തുപ്പി കളടോ. നല്ല ഇളക്ക്. നല്ല ഇളക്കല്ലേ? പോരെ? കൊണ്ടുകൊടു. പോട്ടെ. ദൈവത്തെ വിചാരിച്ചോണ്ട് പോ. സാർ ചായ. ചായ തീർന്നില്ലേടോ? ഇല്ല, കുറച്ചുകൂടി ഉണ്ട്. പിന്നെ അർജന്റ് ഒന്നുമില്ല, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. സാവധാനം കപ്പിക്കോ, ഇഷ്ടംപോലെ സമയമുണ്ട്, കപ്പിക്കോ. ഞാനൊന്ന് കക്കൂസി പോവാ. അപ്പോഴും വേണോ കാവല്? എവിടാ ബാത്റൂം? അയ്യോ, എല്ലാം എൻഗേജഡാ, നേരം വെളുത്തല്ലേ ഉള്ളൂ സാറേ. ഞാനൊന്ന് പൊയ്ക്കോട്ടെ സാർ. മതിയാക്കടോ. എന്താ സാറേ, വല്ലതും കിട്ടിയോ? നിങ്ങളുടെ അക്കൗണ്ട്സും ഫയലുകളും ഒക്കെ ഞങ്ങൾ കൊണ്ടുപോവാ. ഇതൊരു തുടർക്കഥയായിരിക്കും, ഇനിയും പ്രതീക്ഷിക്കാമല്ലോ. ഇതുപോലെ അർദ്ധരാത്രി തന്നെ വരണം, എന്നിട്ട് നേരം വെളുത്തിട്ടേ പോകാവുള്ളൂ. നമ്മളൊന്നും പറഞ്ഞില്ലേ. നല്ല എനർജിയുള്ള ചായ അല്ലേ ഗസി? ശരിക്കും ഏറ്റിട്ടുണ്ട്. ഇന്ന് താമസം കക്കൂസ് തന്നെ. ഹലോ, ആ ഉണ്ട്, വിളിക്കാം. എടാ കോശിയേ, ഫോൺ വന്നിട്ടുണ്ട്. എന്റെ വയറിന് എന്ത് പറ്റി? ഹലോ, അതെ, വർക്കാണോ? ഞാൻ ബാത്റൂമിലായിരുന്നു. ഒന്നും കിട്ടിയില്ലേ? എന്തോന്നാ സാറി പറയുന്നേ? 10-20 കൊല്ലം കള്ളക്കടത്തുകാരനായി നടന്നിരുന്ന ഒരാളുടെ വീടാണ് സാറേ, എന്നിട്ടൊന്നും കിട്ടിയില്ലേ? ഞങ്ങൾ എല്ലാം കൂടെ ആ വീട് മുഴുവൻ അരിച്ചു പറക്കി, ഒരു തുരുമ്പ് പോലും കിട്ടിയില്ല. വയ്ക്കട്ടെ? വയ്ക്കല്ലേ, ഒരു കാര്യം പറയട്ടെ. പിന്നെ ആ ചെറുക്കനെ, ആ അനന്തന്റെ മോനെ കുറച്ച് ദിവസം ഒന്ന് അകത്തിടാൻ എന്താ ഒരു മാർഗം? അവനെ കൊണ്ട് വല്ലാതെ ശല്യമായി സാറേ. വയ്ക്കല്ലേ സാറേ, കാര്യം മുഴുവൻ പറയട്ടെ. ബാത്റൂമിൽ പോണോ? താനൊന്ന് ഓഫീസിലേക്ക് വാ, അവിടെ വെച്ച് സംസാരിക്കാം. ഇത് മിസ്റ്റർ അർജുൻ. ഒരു സ്റ്റിൽ. ഓ യെസ്. സ്റ്റഡി.
നമുക്ക് അവനെ ഒന്ന് വാരം വാ. താങ്ക് യു സാർ. സാധാരണ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ പോലീസുകാരൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി വേണ്ടപ്പെട്ടവര് കാശ് കൊടുക്കും. ഞങ്ങൾ നേരെ തിരിച്ചാ ചെയ്തത്. പോലീസുകാർക്ക് തണ്ണി വാങ്ങി കൊടുത്തു, ശാപ്പാട് കൊടുത്തു, കൂടാതെ ഓരോ കവറും. എന്തിനാണെന്നോ ഞങ്ങളുടെ ഒരാളെ ശരിക്കും ഒന്ന് പെരുമാറിക്കിട്ടാൻ. എന്നിട്ട് അവർ ശരിക്കും പെരുമാറി. അവരുടെ എനിക്ക് വല്ല മയമുണ്ടോ? ഒരു രാത്രി മുഴുവൻ ഒത്ത കസ്റ്റഡി കിട്ടിയല്ലേ. നേരം വെളുത്തപ്പോ മൂത്രം പോയില്ലെന്നാണ് കേൾവി. അവർക്ക് കിട്ടിയ ഒരു ചാൻസ് അല്ലേ? അതെ അതെ. അർജുൻ അർജുൻ തെണ്ടിത്തരം കാണിക്കുന്നതാ പട്ടി റാസ്കൽ. അനന്തന്റെ മോനാടാ ഞാൻ. എന്തു പറ്റിയിടോ നിങ്ങളുടെ ലോറിയിൽ അയച്ച എന്റെ ചരക്കിന്? അതിനിയും മംഗലാപുരത്ത് എത്തിയിട്ടില്ല. പാർട്ടി എന്നെ വിളിച്ചിരുന്നു. ലോറി സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുക. അതിന് ഞാൻ എന്ത് വേണം? എന്റെ കുറ്റം കൊണ്ടാ. ഈ നാട്ടിൽ ചരക്കയക്കാൻ വേറെ ലോറി ഇല്ലാഞ്ഞിട്ടല്ല. ഞങ്ങൾ ആരും കരുതിക്കൂട്ടി ചെയ്തതല്ല. ആർടിഒയും പോലീസും കൂടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? കഴിഞ്ഞ ആഴ്ച അയച്ച ലോഡ് 2 ദിവസം താമസിച്ച് അവിടെ കിട്ടിയത്. അന്നും ഇത് തന്നെ കാരണങ്ങൾ പറഞ്ഞു. അത് ഞാൻ സഹിച്ചു. ഇനി പറ്റില്ല. എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. വിഷമിച്ചിട്ട് കാര്യമില്ല. എന്റെ ദണ്ണം കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഏതായാലും ഈ പ്രാവശ്യത്തിൽ കൂടി ഞാൻ ക്ഷമിച്ചു. ഇന്നലെ 3 ലോറി പിടിച്ചു. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും നമ്മൾ? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആശാൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരുടെ കാല് പിടിക്കണം? അല്ലെങ്കിൽ ആരുടെ പോക്കറ്റിലാണ് നിക്ഷേപിക്കേണ്ടത്? അതോ ഈ ബിസിനസ് നിർത്തണോ? ചേട്ടാ, എന്താ നിനക്ക് വേണ്ടേ? നമുക്ക് ആർടിഒ ഒന്ന് കണ്ടാലോ? ആർട്ടിയോ അല്ലേ? എനിക്കറിയാം, നമ്മുടെ പങ്കജാക്ഷൻ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം സത്യ. ഞാൻ സ്വല്പം പൊങ്ങച്ചം പറയും. ചെറുപ്പം മുതലേ ശീലിച്ചു പോയോണ്ട് പെട്ടെന്ന് മാറ്റാനും പറ്റുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല. അയാളെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധുവാ. എനിക്ക് കേക്കണ്ട. ഹാ, ഒന്ന് വിശ്വസിക്കും മോനെ. ഞാൻ സ്വല്പം പുളു അടിക്കും. ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ സത്യമായിട്ട് സത്യമാ. നമുക്കൊന്ന് കാണാം മോനെ. എടാ, എന്നെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകട്ടാ. ശരി. ആ